മാലിന്യത്തിൽ നിന്നും ഊർജം. കഞ്ചിക്കോട്ടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുമെന്ന് മന്ത്രി എം ബി രാജേഷ്. പ്ലാന്റ് വരുന്നതോടെ ഹരിതകർമ്മസേനയ്ക്ക് കൂടുതൽ വരുമാനം നേടാൻ കഴിയുമെന്നും മന്ത്രി. മാലിന്യത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് കഞ്ചിക്കോട് ഈ വർഷം ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും. കലക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത വിവിധ തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രതിദിനം 200 ടൺ ജൈവ അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ശേഷിയാണ് പ്ലാന്റിനുണ്ടാവുക. 150 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പ്ലാന്റിൽ ജില്ലയിലെ 7 നഗരസഭകളുടെയും 22 ഗ്രാമപഞ്ചായത്തുകളുടെയും മാലിന്യം സംസ്കരിക്കും. കംപ്രസ്ഡ് ബയോഗ്യാസ് ഉൽപ്പാദനമാണ് ഇവിടെ പ്രധാനമായും നടക്കുക. ജില്ലയിലെ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യം ഇവിടെ സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രവർത്തനത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അതിനെ ശക്തിപ്പെടുത്താൻ തന്നെയാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. ഇത്രയും കാലം നമ്മൾ വികേന്ദ്രീകൃതമായിട്ടുള്ള മാലിന്യ പറഞ്ഞു, ഇപ്പോൾ കേന്ദ്രീകൃത പ്ലാന്റിലേക്ക് പോവുകയാണ്. രണ്ടും ഒരേ സമയമുണ്ട്. നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കി കേരളത്തിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തെ തന്നെയാണ്. എന്നാൽ വലിയ തോതിലുള്ള നഗരവൽക്കരണമൊക്കെ വരുന്ന സാഹചര്യത്തിൽ കേന്ദ്രീകൃത പ്ലാന്റുകൾ കൂടി ആവശ്യം വരും. വികേന്ദ്രീകരണത്തെ അവതാളത്തിലാക്കിയിട്ടുള്ള ഒരു ഏർപ്പാടല്ല. കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ 11.5 ഏക്കർ സ്ഥലത്താണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പദ്ധതിയാണ് ഇത് നടപ്പിലാക്കുന്നത്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നോഡൽ ഏജൻസി. തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി.വി. അനുപമ, ജില്ലാ കളക്ടർ ജി. പ്രിയങ്ക, ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു.വി. ജോസ്, വിവിധ തദ്ദേശ സ്ഥാപന അധ്യക്ഷർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.